ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ADGP MR അജിത് കുമാറിനെതിരെ അതിഗുരുതരമായ ആരോപണവുമായി PV അൻവർ MLA. എടവണ്ണയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച സംഭവത്തിന് പിന്നിൽ MR അജിത് കുമാറാണെന്നും കരിപ്പൂർ സ്വർണ്ണക്കടത്ത് വരെ നീളുന്ന അവിശുദ്ധ ശൃംഖലയാണ് ADGPക്കുള്ളതെന്നും PV അൻവർ MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റേതുൾപ്പെടെ നിരവധി കേസുകൾ അട്ടിമറിക്കുന്നതും ഇതേ ADGPയാണെന്നും അദ്ദേഹം ആരോപിച്ചു. റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ നയിച്ച ചർച്ചയിലാണ് PV അൻവർ MLA സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അതിഗുരുതര ആരോപണം ഉന്നയിച്ചത്. 2023 ഏപ്രിൽ 22 ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് എടവണ്ണ ചെമ്പക്കുത്ത് സ്വദേശി അറയിലകത്ത് റിദാൻ പാസിൽ എന്ന യുവാവ് വീടിനടുത്തുള്ള പുലിക്കുന്ന് മലയിൽ സുഹൃത്തിന്റെ വെടിയേറ്റു മരിച്ചിരുന്നത്. 8 പ്രതികളും 169 സാക്ഷികളുമുള്ള കേസിൽ 598 പേജുകളുള്ള കുറ്റപത്രമാണ് പോലീസ് മഞ്ചേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് PV അൻവർ MLA ആരോപിച്ചത്. എന്റെ വിഷയം ഈ പറയുന്ന MR അജിത് കുമാർ തന്നെയാണ്. ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയെയും ഈ കോലത്തിലാക്കിയതിൽ ഭയങ്കരമായ പങ്ക് അദ്ദേഹത്തിനുണ്ട്. എന്റെ വിശ്വാസം അതാണ്. ജനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, പല ഉദ്യോഗസ്ഥരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അദ്ദേഹം നല്ല കള്ളനാണ്. അദ്ദേഹത്തിന് പല കള്ളത്തരങ്ങൾ ഈ പുറത്തു വരാൻ നിൽക്കുന്നുള്ളൂ. ഡോക്ടർ അരുൺ, എടവണ്ണ ഒരു കൊലപാതകം നടന്നിരുന്നു 2-3 വർഷം മുമ്പ്. ഒരു വെടിവെപ്പ് കേസ്, ഒരുത്തൻ തലക്ക് വെടിവെച്ച് കൊന്നതാണ്. ആ കേസ് ഇവർ അവസാനിപ്പിച്ചത് പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളൂ. അത് ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരുത്തൻ വെടിവെച്ച് കൊന്നപ്പോൾ അതിനൊരു കള്ള സ്റ്റോറി ഉണ്ടാക്കി മരിച്ച ആ വ്യക്തിയുടെ ഭാര്യയെ ഭീകരമായി മർദ്ദിച്ച് അവരെ കൊണ്ടൊരു കള്ള സ്റ്റേറ്റ്മെന്റ് എടുപ്പിച്ചത് പുറത്തു വരാൻ പോവാണ്. കള്ളക്കടത്തുമായി ബന്ധമുള്ള ഈ കേസ് അട്ടിമറിക്കുവാനായി അവിഹിത കേസായി മാറ്റാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നതെന്ന് MLA പറയുന്നു. കൊല്ലപ്പെട്ട റിദാൻ ബാസിലിന്റെ ഭാര്യയിൽ നിന്ന് തെറ്റായ മൊഴി നിർബന്ധിപ്പിച്ച് എഴുതി വാങ്ങിയാണ് കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ആ സ്റ്റേറ്റ്മെന്റ് എടുപ്പിച്ചില്ലെങ്കിൽ ഈ കേസ് വേറെ വഴിക്ക് പോകും. അതൊരു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതിന്റെ പകയുടെ ഭാഗമായിട്ടാണ്, സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വെടിവെച്ച് അവൻ മരിക്കുന്നത്. അല്ല, MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശൃംഖല ഇവിടുത്തെ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായിട്ട് നിൽക്കുന്നുണ്ട്. ആ കേസ് യഥാർത്ഥത്തിൽ സത്യസന്ധമായി അന്വേഷിച്ചാൽ അത് വേറെ വഴിയിലേക്ക് തിരിച്ചു പോകും. അപ്പം എന്താക്കി കേസ്, എന്താ സ്റ്റേറ്റ്മെന്റ്? ഈ മരിച്ച വ്യക്തിയുടെ ഭാര്യയോട് ഇവരെടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? ഈ മരിച്ച വ്യക്തിക്ക് ഈ വെടിവെച്ച വ്യക്തിയുടെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ആ വൈരാഗ്യത്തിനാണ് ഇദ്ദേഹം തൻ്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നത് എന്ന് ആ പാവപ്പെട്ട കുട്ടിയോട് ഇവർ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി. ഡോക്ടർ അരുൺ, ഒരു ബേസും ഇല്ലാതല്ലേ ഞാൻ പറയുന്നത്? ബേസ് ഉണ്ട്, അതൊക്കെ പുറത്തേക്ക് വരും. MR അജിത് കുമാറിന് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും ഇദ്ദേഹത്തിന്റെ കള്ളക്കളികൾ കൂടുതൽ വരും നാളുകളിൽ പുറത്തുവരുമെന്നും MLA പറഞ്ഞു. UDFിലെ നിരവധി പ്രമുഖർക്കെതിരായ പ്രമാദമായൊരു കേസ് ഉൾപ്പെടെ നിരവധി കേസുകൾ അട്ടിമറിച്ചത് MR അജിത് കുമാറാണ്. സത്യം പുറത്തുവരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച കേസിൽ അജിത് കുമാർ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഇതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ടെന്നും PV അൻവർ MLA ചർച്ചയിൽ പറഞ്ഞു. ഈ ഗവൺമെന്റിനെ തെളിയേണ്ട ചില കേസുകൾ അത് അട്ടിമറിച്ചത് ഇദ്ദേഹം തന്നെയാണ്. എൻ്റെ അടുത്ത് തെളിവുണ്ട്, വെറുതെ അല്ല. ഇതെല്ലാം കൂടെ വാരി വലിച്ചപ്പെടുന്നില്ല. ഇവിടെ വളരെ പ്രമാദമായ കേരളം കാതോർത്തിരുന്ന UDFിനെതിരായിട്ടുള്ള UDFിലെ പ്രബലരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ അതിന് കൃത്യമായി അട്ടിമറിച്ചത് ഈ MR അജിത് കുമാറാണ്. ഡോക്ടർ അരുൺ അറിയോ? താങ്കൾ സോളാർ കേസാണോ ഉദ്ദേശിച്ചത്? ഞാൻ വെറുതെ അങ്ങോട്ട് അല്ലല്ല, ഇത് നമുക്ക് ലേറ്റർ വി വിൽ സി. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കേസന്വേഷണം മാത്രമല്ല അട്ടിമറിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനം ആഗ്രഹിച്ച ചില കാര്യങ്ങളിൽ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗെയിമാണ്. സുജിത് ദാസ് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല, അവർക്കൊക്കെ പേടിയാണ്, ഭയമാണ്. അതുകൊണ്ട് എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായിരിക്കും കേസിന്റെ റിസൾട്ട്. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം അതിഗുരുതരമായ ആരോപണങ്ങളുമായി ഒരു ഭരണകക്ഷി MLA തന്നെ രംഗത്തെത്തുന്നത് ചരിത്രത്തിലാദ്യമായാണ്.
എം.ആർ. അജിത് കുമാറിനെതിരെ ഗുരുതരാരോപണങ്ങൾ പ്രതിപാദിക്കുന്ന പി.വി. അൻവർ എം.എൽ.എയും പത്തനംതിട്ട എസ്.പി. എസ്. സുജിത്ദാസ് ഐ.പി.എസുമായുള്ള ഫോൺ സംഭാഷണം ഇന്ന് പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ നടത്തിയ ചർച്ചയിലാണ് ആഭ്യന്തര വകുപ്പിനെ പിടിച്ചുലയ്ക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പി.വി. അൻവർ എം.എൽ.എ രംഗത്തെത്തിയതെന്നും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും. സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളി പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ.